ഇറ്റ്സ് ബി അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. മുട്ട കഴിക്കണം എന്നാ കുരു വരരുത്, അതല്ലേ? എങ്ങനെയാണ് മുട്ട കഴിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ കുരു വരാതിരിക്കുക അല്ലെങ്കിൽ പിമ്പിൾസ് ജനറേറ്റ് ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, റിമൂവ് ദ എഗ് യോക്ക്. മുട്ട കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു യോക്കിലാണ് ഹോർമോൺസ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യോക്ക് നമ്മളെടുത്ത് റിമൂവ് ചെയ്യാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മൾ എഗ് പ്രിവെൻഷൻസ് നോക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു 3 to 4 days നിങ്ങൾ നോക്കിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം നിങ്ങൾ എഗ് വൈറ്റ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. 3 to 4 days എഗ് വൈറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. യോഗ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എഗ് യോക്ക് ആണ് നിങ്ങളുടെ റീസൺ. പിമ്പിൾ വരാനുള്ള റീസൺ എഗ് യോക്ക് ആണ്. സോ സ്കിപ്പ് ചെയ്തേക്കാം. ദ സെക്കൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഓംലെറ്റ്, ബുൾസൈ അങ്ങനത്തെ ഓയിലില് കുക്ക് ചെയ്തിട്ടുള്ള എഗിന്റെ ഫോമുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. നോ ബട്ടർ, ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ, ഏത് ടൈപ്പ് ഓയിൽസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നതെങ്കിലും അത് നിങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ബോയിൽഡ് എഗ് അല്ലെങ്കിൽ പോഷ് എഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2 to 3 days നോക്കുക. പിമ്പിള് വരുന്നില്ല എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് സ്റ്റൈലിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിമ്പിൾസ് രൂപപ്പെടുന്നുണ്ടാവുക. തേർഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് നോർമലി കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി ഇപ്പൊ 2-3 എഗ് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിഗറിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ആക്കാം. വീക്കിലി നിങ്ങൾ 3 or 4 എന്ന രീതിക്ക് ആക്കാം. ഡെയിലി അല്ല, വീക്കിലി. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബോഡിയിലെ നാച്ചുറൽ P5നെയും ഇതിലെ ബയോട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് ബോഡിക്ക് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ബയോട്ടിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഡെയിലി എഗ് കഴിക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, B5ന്റെ ഉത്പാദനം കംപ്ലീറ്റ് കുറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിമ്പിൾസ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡെയിലി എഗ് കഴിക്കുന്നത് നിർത്തിയിട്ട് ഓരോ ദിവസം ഇടവിട്ട് കഴിക്കാം. വീക്കിലി ഒരു 3 to 4 days ആണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം ഈ തിങ്കൾ മുതൽ ഞായർ വരെ ഉള്ളതിൽ അടുപ്പിച്ച് 4 ദിവസമല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടാണ് കഴിക്കേണ്ടത്. നിങ്ങൾ അടുപ്പിച്ച് കഴിച്ച മുഖത്ത് കുരു എന്നത് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇടരുത് കേട്ടോ. നെക്സ്റ്റ്, ബാലൻസ് വിത്ത് വാട്ടർ ആൻഡ് വെജിറ്റബിൾസ്. എഗ് പ്ലസ് ഡീഹൈഡ്രേഷൻ ആവുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി വേറെ രീതിക്ക് റിയാക്ട് ചെയ്യുന്നു, പിമ്പിൾസ് ആയിട്ട് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ എഗ് പ്ലസ് ഹൈഡ്രേറ്റഡ് ബോഡി ആണ് ആക്നെ വരാതിരിക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ നല്ല അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അത് പിമ്പിളിനൊന്നല്ല, നമ്മളുടെ ഒരു കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനും ഹൈഡ്രേഷൻ പ്രോസസ്സും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് നെക്സ്റ്റ്, ഇനിയിപ്പോൾ വെള്ളം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഫ്രൂട്ട്സ് ആയിട്ടോ വെജിറ്റബിൾസ് ആയിട്ടോ അതിൻ്റെതായ ഫോമിൽ കുക്കുംബർ അല്ലെങ്കിൽ വാട്ടർ മെലൺ ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫേസിൽ ആക്നെസ് വരത്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർസ്, അത് ആന്റി ഓയിൽ സ്കിൻ കെയർസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പില്ലോ കവേഴ്സ് നിങ്ങൾ ഒരു റെഗുലർ ആയിട്ടുള്ള സൈക്കിളിൽ മാറ്റാം. ഓരോ ദിവസം ഇടവിട്ടിട്ടൊക്കെ നിങ്ങൾ പില്ലോ കവേഴ്സ് മാറ്റാം. കാരണം പില്ലോ കവേഴ്സ് ഡേർട്ടി ആവുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഫേസിന് അത് നല്ലതല്ല. പിന്നെ ഫേസ് വാഷ് ചെയ്യാം, പക്ഷെ ഒരുപാട് തവണ വാഷ് ചെയ്യരുത്. ആവശ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ദിവസം പുറത്തൊക്കെ വെളിയിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ വാഷ് ചെയ്യാം. പക്ഷെ ചിലർക്കുണ്ടല്ലോ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഇടക്കിടക്കൊന്നും പോയി മുഖം കഴുകി നല്ല തോർത്തൊക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മളെ സ്കിൻ ആക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിക്ക് റിയാക്ഷൻസ് ഉണ്ടാകും. നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ, ഫേസിന് യൂസ് ചെയ്യുന്ന ടവൽ സെപ്പറേറ്റ് ടവൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഹെയറിന് യൂസ് ചെയ്യുന്ന സെയിം ടവൽ നിങ്ങൾ ഫേസിന് യൂസ് ചെയ്യരുത്, അതും നല്ലതല്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പിമ്പിൾസിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു മോചനം കിട്ടും. ആൻഡ് എഗ് ട്രിഗർ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ രീതിക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. എഗ് നമ്മുടെ സ്കിന്നിന് വളരെ മോശമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരും എന്നൊരു റീസൺ ഉള്ളതുകൊണ്ട് നിങ്ങൾ എഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യരുത്. സോ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഫുഡില് അത് പിമ്പിളിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. എഗ് കഴിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എഗ് കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യോക്ക് മാറ്റിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു രീതിക്ക് കുക്ക് ചെയ്ത് നോക്കുക. ബിക്കോസ് നമ്മളുടെ ഈ എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കുരു വരാനുള്ള കാരണം എഗ് അല്ല, നമ്മുടെ ബോഡിയുടെ സെൻസിറ്റിവിറ്റിയാണ്. ആ സെൻസിറ്റിവിറ്റി അറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്ന ആളുകളിൽ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇതല്ലാണ്ട് എഗ്ഗും പിമ്പിളും തമ്മിൽ നിങ്ങൾക്ക് വേറെ വല്ലതും അറിയാമെങ്കിലും, അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം.
പിന്നെ എഗ് ഹെയറും നമ്മളെ റീസൺ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ മസ്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ പോയിട്ട് ആ ഒരു വീഡിയോ കാണണം ആൻഡ് അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലെ തന്നെ എഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.